ഞാൻ ഇന്ന് പപ്പായ പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു കഷ്ണം പപ്പായ കൊണ്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തോലും കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഈ നടുവേ കയറി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കനത്തിൽ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കണം. ഈ ഒരു കനത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ 2.5 കപ്പ് കഷ്ണങ്ങളുണ്ട്. ഇതിന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇനി 2 പച്ചമുളക് കീറിയതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നികയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം വേണ്ടി വരും. ഇനി ഇതൊന്ന് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. ഇനി കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് കൂടി റെഡിയാക്കാം. ഞാൻ 1.5 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടി ചേർക്കാൻ വേണ്ടി 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ ഉള്ളി കൂടി ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കാം. തരി ഇല്ലാതെ ഒരുവിധം നന്നായി അരയണം. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി തിളച്ച ശേഷം കഷ്ണങ്ങളടക്കമൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പ്രഷർ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ കഷ്ണങ്ങൾ വേവാൻ 1-2 വിസിൽ മാത്രം മതിയാവും. ഇതിനി 1 മിനിറ്റ് കൂടെ അടച്ച് വേവിക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളധികം വെന്ത് ഉടയാൻ പാടില്ല. ഇതുപോലെ സ്പൂൺ വെച്ച് കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കിയെടുത്ത ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അരപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറി കുറച്ച് കട്ടിയാണെന്നുള്ളത്. ഇതിലേക്ക് കുറച്ചുകൂടി തേങ്ങ അരച്ച വെള്ളം ചേർത്തൊന്ന് ജ്യൂസാക്കിയെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയിൽ വെള്ളം അധികം ചേർക്കരുത്. ചെറിയൊരു കട്ടി ചാറിന് വേണം. ഇനി ഇതിലേക്ക് ആവശ്യമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് പാകത്തിനാക്കി തിളപ്പിച്ചെടുക്കാം. കറി ചെറിയ തീയിൽ തിളപ്പിച്ചാൽ മതി. തീ കൂട്ടി വെച്ചാൽ പതഞ്ഞ് പൊങ്ങി മറിഞ്ഞു പോകും. കറി നന്നായി തിളച്ച് വന്നാൽ തീ ഓഫാക്കി കറി ഒന്ന് അടച്ച് വെക്കണം. ഇതിപ്പോൾ അടച്ച് വെക്കാം. ഇനി കടുക് വറുക്കാനായി വെളിച്ചെണ്ണ ചൂടാക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 1/4 ടീസ്പൂൺ ഉലുവയും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി 2-3 വറ്റൽമുളക് കീറിയത് വിട്ടൊന്ന് ഇളക്കി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ചെറുതായി ഇളക്കി അടച്ചു വെക്കാം. ഈ കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചിലവും കുറവാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.